അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 4ാം ക്ലാസ്സിൽ വന്ന ചോദ്യപേപ്പർ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ വളരെ കൃത്യമായിട്ട് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന് ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല വിജയം കണ്ടെത്താൻ കഴിയും. മദ്രസയിലുള്ള പാഠപുസ്തകങ്ങളും സ്കൂളിലെ പാഠപുസ്തകങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ കൂട്ടുകാരികളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നല്ല രൂപത്തിൽ ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ച് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ. ആദ്യം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത് വഹി ഇറങ്ങിയ ആയത്തുകൾ ഉൾപ്പെട്ട സൂറത്ത് ഏതാണ് എന്നുള്ള ചോദ്യമാണ്. രണ്ടാമത് വഹി ഇറങ്ങിയത്, ആദ്യം ഇറങ്ങിയത് നമുക്കറിയാം അല്ലേ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ആ ഒരു സൂറത്തുൽ അലക്കിലെ ഇതാണല്ലേ. രണ്ടാമത്തതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? സൂറത്ത് മുസമ്മിലുണ്ട്, സൂറത്ത് മുദ്ദസ്സിറുണ്ട്, സൂറത്തുൽ അലക്കുണ്ട്, സൂറത്തുൽ ഫലക്കുണ്ട്. അപ്പോൾ അലക്കല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലേ, കാരണം അത് ഒന്നാമത്തതാണ്. രണ്ടാമത്തത് ഏതായിരുന്നു? സൂറത്ത് മുദ്ദസ്സിർ ആണല്ലേ. നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യം, അസ്സാഅത്തു സാനിയത്തു ബഅദൽ ളുഹ്രി, ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. അസ്സാഅത്തു സാനിയ എന്ന് പറഞ്ഞാൽ എന്താ? 2 മണിയാണല്ലേ, 2 മണിയാണ്. ബഅദൽ ളുഹ്രി എന്ന് പറയുമ്പോഴത്തേക്കാരം അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം 2 AM ആണ്, 2 മിനിറ്റ്, 2 ഹവർ, 2 PM. എന്താണ് വേണ്ടത്? ബഅദൽ ളുഹ്രി ആകുമ്പം ഉച്ചയ്ക്ക് ശേഷമാകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? PM അല്ലേ, PM ആണ് ഉണ്ടാവുക. അപ്പം 2 PM എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്, നബിമാർക്ക് ജായിസായ സിഫത്തുകളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം. നബിമാർക്ക് ജായിസായ സിഫത്തുകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഉറക്കം, സത്യം പറയൽ, ശത്രുത, ബുദ്ധിശക്തി. സത്യം പറയലും ബുദ്ധിശക്തിയൊക്കെ നിർബന്ധമായതാണ് അല്ലേ. ജായിസായത് എന്താണ്? ഉറക്കം ജായിസാണ് അല്ലേ, ശത്രുത പാടില്ല. അപ്പോൾ ഉറക്കം ജായിസാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്ന ഒരു മുഅ്ജിസത്ത് എന്താണ്? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് പാമ്പായി മാറുന്ന വടി, ചന്ദ്രനെ പിളർത്തൽ, അന്ധത സുഖപ്പെടുത്തൽ, തീ തണുപ്പായി മാറൽ. ഏതായിരുന്നു ഇതിലുണ്ടായിരുന്നത്? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെത് ഏതായിരുന്നു? അന്ധത സുഖപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ. പാമ്പായി വടിയായി മാറുന്നത് എന്താണ്? ഈ പടി പാമ്പായി മാറുന്നത് ആരുതാണ്? അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെതാണ്. ചന്ദ്രനെ പിളർത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തീ തണുപ്പായി മാറിയത് ആർക്കാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഹിജ്റ 2ാം വർഷം നടന്ന സുപ്രധാന സംഭവം ഏതാണ്? ഹിജ്റ 2ാം വർഷം എന്ത് സംഭവമാണ് നടന്നിട്ടുണ്ടായിരുന്നത്? എന്താണ്? മസ്ജിദുൻ നബവി നിർമ്മാണം, ബദർ യുദ്ധം, ഹുദൈബിയ, മക്ക വിജയം. എന്താണ്? ഹിജ്റ 2ാം വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ബദർ യുദ്ധം അല്ലേ. ബദർ യുദ്ധമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത്, അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ എന്ന് തുടങ്ങുന്ന ദുആ ചെയ്യേണ്ട സന്ദർഭം ഏതാണ്? അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എവിടെയാണ് ചെല്ലേണ്ടത്? വുളൂഇന് ശേഷം, വുളൂഇൻ്റെ തുടക്കം, വുളൂഇൻ്റെ ഇടയിൽ, നിയ്യത്ത് ചെയ്യുമ്പോൾ. എപ്പോഴാണ് വേണ്ടത്? വുളൂഇൻ്റെ ശേഷമാണല്ലേ. വുളൂയൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് ദുആ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, താഴെയുള്ളവയിൽ എന്ത് ചെയ്തപ്പോഴാണ്? താഴെയുള്ളവയിൽ എന്ത് ചെയ്യുമ്പോഴാണ് ഷമീറിൻ്റെ വുളൂ മുറിഞ്ഞിട്ടുണ്ടാവുക? ഷമീറിൻ്റെ വുളൂ മുറിഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുമ്പോഴാണെന്നുള്ളതാണ്. അവൻ തൂങ്ങി ഉറങ്ങി, അവൻ സഹോദരിയെ തൊട്ടു കേട്ടോ, അവൻ കിടന്നുറങ്ങി, അന്യ സ്ത്രീയുടെ മുടി തൊട്ടു. എന്തിനാണ്? തൂങ്ങി ഉറങ്ങിയാൽ വുളൂ മുറിയില്ല നമുക്കറിയാം അല്ലേ. അപ്പോൾ പിന്നെന്താണ്? അവൻ കിടന്നുറങ്ങിയാൽ വുളൂ മുറിയും അല്ലേ. അന്യ സ്ത്രീകളെ മുടി തൊട്ടാലൊന്നും വുളൂ മുറിയില്ല, മുടി, നഖം എന്നിവ തൊട്ടാൽ എന്തെയില്ല, വുളൂ മുറിയില്ല എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ സഹോദരിയെ തൊട്ടാൽ വുളൂ മുറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഇത്തഖുൽ ലഅനീൻ, ശാപത്തിന് കാരണമാകുന്ന 2 കാര്യങ്ങൾ അല്ലേ. നിങ്ങൾ എന്താണ്? ശാപത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണമാകുന്ന 2 കാര്യങ്ങൾ, വഴിയിൽ ഇരിക്കൽ, വഴിയിൽ വിസർജിക്കൽ. 2 കാര്യങ്ങളിൽ ഒന്നാണ് ചോദിച്ചത്. മൃഗങ്ങളെ ഉപദ്രവിക്കൽ, വഴി തടസ്സപ്പെടുത്തുക. ഇതിലേതാണ് ശാപത്തിന് കാരണമാകുന്ന കാര്യം? എന്താണ്? വഴിയിൽ ഇരിക്കൽ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് ശാപത്തിന് കാരണമാവോ? ഇല്ലല്ലേ. പിന്നെന്താണ്? വഴിയിൽ വിസർജിക്കുക എന്നുള്ളതാണ് അല്ലേ. വഴിയിൽ വിസർജിക്കുക എന്നുള്ളതാണ് ശരി കേട്ടോ.
പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് അത്തഹിയ്യാത്തിനും സലാത്തിനും ശേഷം കാവൽ തേടുന്നതിൽ ഉൾപ്പെടാത്ത കാര്യം. അത്തഹിയ്യാത്ത് അതുപോലെ തന്നെ സലാത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദുആ ഉണ്ടല്ലേ, ആ ദുആയിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടുന്നുണ്ടല്ലേ. അല്ലാഹു മഗ്ഫിർലി എന്നൊക്കെ പറഞ്ഞിട്ട് മഖദ്ദംതു മഅഖർതു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാവലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ പെടാത്ത കാര്യം എന്താണ്? നരകശിക്ഷ, മരണസമയത്തെ പ്രയാസങ്ങൾ, ജീവിതത്തിലെ പ്രയാസങ്ങൾ, കടം വർദ്ധിക്കൽ. ഇതിലേതാണ് അവിടെ ഇല്ലാത്തത് കടം വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അസ്വാഹ എന്നതിൽ അലിഫിനെ കൂടുതൽ നീട്ടാൻ കാരണം എന്താ? സ്വാഹ എന്നതിൽ അലിഫിനെ കൂടുതൽ നീട്ടണം അല്ലേ? എന്താണ് കാരണം? മദ്ദക്ഷരത്തിന് ശേഷം അലിഫ് ഉള്ളതുകൊണ്ട്, മദ്ദക്ഷരത്തിന് ശേഷം ഹ വന്നതുകൊണ്ട്, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ ഉള്ളത് കൊണ്ട്, ഇവയൊന്നുമല്ല. എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം എന്തുള്ളത് കൊണ്ടാണ്? മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ മദ് ലാസിം ഉണ്ടാവും അല്ലേ? അങ്ങനെ അത് ഉള്ളത് കൊണ്ടാണ് അവിടെ കൂടുതൽ നീട്ടേണ്ടി വരുന്നത് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തവയിൽ മദ് ഫർഈൻ്റെ ഉദാഹരണം. മദ് ഫർഈ എന്ന് പറഞ്ഞാൽ എന്താ? മദ് അസ്ലി ഉണ്ട്, മദ് ഫർഈ ഉണ്ട്. അസ്ലി എന്ന് പറഞ്ഞാൽ അലിഫ്, വാവ്, യാ ഇല്ലേ? ഫത്തഹിന് നീട്ടാൻ വരുന്ന അലിഫ്, കസ്റിന് നീട്ടാൻ വരുന്ന യാ, കമ്മിന് നീട്ടാൻ വരുന്ന വാവ്, ഇവ കൊണ്ട് നീട്ടുന്നതിനാണ് എന്താ പറയുക? മദ് അസ്ലി എന്ന് പറയുക അല്ലേ. മദ് ഫർഈ എന്ന് പറഞ്ഞാലോ അതിൻ്റെ ശേഷം സുക്കൂനോ അല്ലെങ്കിൽ ഹംസയൊക്കെ വരുമ്പം കുറച്ചധികം നീട്ടേണ്ടി വരും. അങ്ങനെ വരുന്നതിനാണ് മദ് ഫർഈ എന്ന് പറയും. ഇപ്പം മാലിക്കി, ലാ അഅ്ബുദു, യഖൂലു, സമീഉൻ, ഇതിൽ മദ് ഫർഈ വന്നത് ഏതാണ്? ഇവിടെയൊക്കെ എന്താണ്? ഇവിടെ യാ കൊണ്ട് നീട്ടാനുള്ളൂ, ഇവിടെ വാവ് കൊണ്ടാണ്. ഇവിടെ എന്താണ്? അലിഫ് കൊണ്ട് അല്ലേ? ഇവിടെ അലിഫ് കൊണ്ട്. പക്ഷെ ഇവിടെ അലിഫിന് ശേഷം ഇവിടെ ഒരു ഹംസയും കൂടി വന്നിട്ടുണ്ട്. ഹംസ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും? കുറച്ചധികം നീട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ലാ അഅ്ബുദു എന്നുള്ളതാണ് ശരിയായ ഉത്തരം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, പിശാച്ചിൻ്റെ ഭക്ഷണ രീതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഇടത് കൈ കൊണ്ട് കഴിക്കൽ, അല്പം മാത്രം കഴിക്കൽ, ഇരുന്ന് കൊണ്ട് കഴിക്കൽ, സാവധാനം കഴിക്കൽ. ഇതിലേതാണ് പിശാച്ചിൻ്റെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്? പിശാച്ചിൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞത് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് അബൂ ത്വാലിബിനെ പറ്റി താഴെ കൊടുത്ത പ്രസ്താവനകളിൽ അനുയോജ്യമായത് ഏതാണ്? മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു, വിശ്വസിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു, വിശ്വസിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു, വിശ്വസിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചതുമില്ല. എന്താണ്? അബൂ ത്വാലിബ് വിശ്വസിച്ചിട്ടില്ല അല്ലേ? പക്ഷെ എന്തായിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ വിശ്വസിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു അല്ലേ? അതാണ് ശരി. വേറെ ചോദ്യം, ഫമൻ ഷാ എന്ന ഉദാഹരണത്തിലെ മദ് ഏതാണ്? ഫമൻ ഷാ എന്നുള്ളിടത്ത് ഏത് മദ്ദാണുള്ളത്? മദ് അസ്ലിയാണ്, മദ് ലാസിമാണ്, മദ് മുത്തസിലാണ്, മദ് മുൻഫസിലാണ്. എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നാൽ എന്തുണ്ടാവും? നമ്മൾ പഠിച്ചത് മദ് മുത്തസിൽ ഉണ്ടാവുന്ന പഠിച്ചത് അല്ലേ? അപ്പോൾ മദ് മുത്തസിൽ എന്നുള്ളതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം, വിശുദ്ധ ഖുർആനിലെ ആകെ സൂറത്തുകൾ എത്രയാണ്? വിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുകളാണുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 115, 313, 114, 99. എത്രയുണ്ടത്? 114 എന്നതാണ് ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിശ്രേഷ്ഠൻ എന്നർത്ഥമുള്ള പദം ഏതാണ്? അതിശ്രേഷ്ഠൻ എന്നർത്ഥമുള്ള പദം ഏതാണ്? മജീദ്, ഹമീദ്, റഹീം, ഗഫൂർ. ഏതിനാണ് നമ്മളങ്ങനെ പഠിച്ചത്? മജീദിനാണ് അതിശ്രേഷ്ഠൻ എന്നർത്ഥമുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, മരക്കൊമ്പിലെ ഇലകൾ കൊഴിയും പ്രകാരം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഇബാദത്ത്. മരക്കൊമ്പിലെ ഇലകൾ കൊഴിയുന്നത് പോലെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് ഏത് ഇബാദത്തിനെ കുറിച്ചാണ്? പാവങ്ങൾക്ക് ഭക്ഷണം നൽകൽ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്. ഏതിനെ കുറിച്ചാണ്? നിസ്കാരത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്, സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ്? നിസ്കാരശേഷം ആയത്തുൽ കുർസി ഓതുന്നവന്, ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതുന്നവന്, ബാങ്കിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവന്, ആയത്തുൽ കുർസി ധാരാളം ഓതുന്നവന്. ഇത് 4 കാര്യങ്ങളിൽ ആരെക്കുറിച്ചാണ് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല എന്ന് പറഞ്ഞത്? നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവനാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്, നിസ്കാരത്തിനിടെ വിട്ടുപോയാൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട കാര്യം ഏതാണ്? ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തുല്ലേ, അത്തശഹുദുൽ അവ്വൽ ഒന്നാമത്തെ അത്തഹിയ്യാത്ത്, തശഹുദിന് ശേഷമുള്ള ദുആ,
റുക്കൂയിലെ ദിക്റുകൾ. ഏത് വിട്ടുപോയാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് ഏതാണ്? അത്തശഹുദുൽ അവ്വലാണ് അല്ലേ. വജ്ജഹത്ത് പോകുന്നതിനും മറ്റുള്ളതിനൊന്നും എന്ത് വേണ്ട? സഹുവിൻ്റെ സുജൂദ് വേണ്ടതില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ മദ് ലാസിം ഹർഫീന് ഉദാഹരണം. മദ് ലാസിം ഹർഫി ഉണ്ട് അല്ലേ, അതിന് ഉദാഹരണം ഇദാ ജാ അത്വാമത്ത് അലിഫ് ലാം മീം യാ അയ്യുഹ. ഏതാണ്? മദ് ലാസിം ഹർഫീന് ഉദാഹരണം അലിഫ് ലാം മീം എന്നുള്ളതാണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ ഓരോ ഓരോ പദത്തിലാണുള്ളത് അല്ലേ. ഇത് ഹർഫുമ്മൽ വന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ഈ ഒരു ആയത്തിൻ്റെ ആശയം, അതിൻ്റെ ഗുണപാഠം എന്താണ്? ഈ ആയത്തിൻ്റെ ഗുണപാഠം എന്താണ്? നിങ്ങൾ സദാ ദാനം ചെയ്യുക, ദാനധർമ്മം നിങ്ങളെ ദരിദ്രനാക്കില്ല, ദാനം ആപത്തിനെ തടയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയിൽ നിന്ന് ദാനം ചെയ്യുക. എന്താണ് ഈ ഒരു ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആദ്യത്തെ ജുമുഅ നിർവഹിച്ചത് ഹിജ്റ 1-ാം വർഷം, ഹിജ്റ 2-ാം വർഷം, നുബുവത്തിൻ്റെ 10-ാം വർഷം, ഹിജ്റ 8-ാം വർഷം. ഏത് വർഷത്തിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? ഏത് വർഷത്തിലാണ് ആദ്യമായിട്ട് സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജുമുഅ നിർവഹിച്ചത്? ഹിജ്റ 1-ാം വർഷമാണ് അല്ലേ. എല്ലാവർക്കും ഓർമ്മയില്ലേ? അടുത്ത ചോദ്യം ഉള്ളത് ലസ്തു കഅഹദിൻ മിൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ലസ്തു കഅഹദിൻ മിൻകും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥനായി വളർന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ്. ഇതിലേതാണ് ലസ്തു കഅഹദിൻ മിൻകും എന്നുള്ളതിൻ്റെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ് എന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, തനസ്സലുൽ മലായിക്കത്തു വറൂഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ഉൾപ്പെട്ട സൂറത്ത് ഏതാണ്? സൂറത്തു തീന്, സൂറത്തു സൽസല, സൂറത്തുൽ ഖദർ, സൂറത്തുൽ തകാസുർ അല്ലേ. തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതേ സൂറത്തിലാണ്? സൂറത്തു തീനിലാണ് അല്ലേ. നമുക്ക് സൂറത്തിൻ്റെ പേരൊക്കെ നമുക്ക് ഓർമ്മ വേണ്ട, കാണാതെ പഠിക്കുന്ന സൂറത്തുകളുടെ പേരൊക്കെ നമുക്കറിയണം. അടുത്ത ചോദ്യം, സയ്യിദുമാരെ ആദരിക്കണം പ്രധാന കാരണം എന്താ? സയ്യിദുമാരെ ആദരിക്കണം എന്ന് പറയാൻ കാരണം സയ്യിദുമാർ പ്രസിദ്ധരായതുകൊണ്ടാണ്, സയ്യിദുമാർ തറവാട് മഹിമുള്ളതുകൊണ്ടാണ്, സയ്യിദുമാർ നബിയുടെ കുടുംബമായതുകൊണ്ടാണ്, സയ്യിദുമാർ നേതാക്കന്മാരായതുകൊണ്ടാണ്. എന്താണ്? സയ്യിദുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, നീ ഈ ലോകത്ത് ഒരു യാത്രക്കാരനെ പോലെയാകണം. ഈ നബി വചനത്തിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ ഉദ്ദേശം നീ എപ്പോഴും യാത്ര ചെയ്യണം. യാത്ര മനസ്സിന് സമാധാനം നൽകുന്നു. ഈ ലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. ഈ ലോകം മനുഷ്യരുടെ വാസസ്ഥലമാണ്. ഇതിലേതാണ് ആ ഒരു കാര്യത്തോട് യോജിക്കുന്നത്? നീ ഈ ലോകത്ത് ഒരു യാത്രക്കാരനാവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലോകത്ത് ഇഹലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇഹലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ് എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം, ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ ഹിജ്റ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം കട്ടിലിൽ കിടന്നത് ആരാണെന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ആരാണ് പകരം കിടന്നത്? അലി റളിയല്ലാഹു അൻഹു ആണല്ലേ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പുസ്തകത്തിലുള്ളതാണ്. അകിടിൽ പാലുള്ളത് എന്നർത്ഥമുള്ള പദം ഏതാണ്? അകിടിൽ പാലുള്ളത്. അകിടിൽ പാലുണ്ടാവില്ലേ അല്ലേ. ഇസ്ഖ് അല്ലേ, അളിയാഫ്, ഹലൂബ്, യുസ്ർ. ഇതിലേതാണ് ശരിയായത്? ഹലൂബ് എന്നാണ് അല്ലേ. നമ്മൾ പാഠത്തിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച ആദ്യ മസ്ജിദ് ഏതാണ്? മസ്ജിദുൽ ഹറാമാണ്, മസ്ജിദുൽ നബവിയാണ്, മസ്ജിദുൽ ഖുബ ആണ്, മസ്ജിദുൽ ഖിബ്ലത്തൈനിയാണ്. ഏതാണ്? മസ്ജിദുൽ ഖുബ അല്ലേ. മസ്ജിദുൽ ഖുബയാണ് മദീനയിൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളി അല്ലേ. അടുത്ത ചോദ്യം, ഖുർആനിൻ്റെ ക്രമമനുസരിച്ച് സൂറത്ത് ഷറഹിന് ശേഷമുള്ളത് ഏതാണ്? സൂറത്ത് ഷറഹ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അലം നസ്റഹ് എന്നുള്ള സൂറത്തില്ലേ, അതിന് ശേഷമുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ദുഹ, സൂറത്തു
തീന്, സൂറത്തുൽ ലൈല്, സൂറത്തുൽ സൽസല. ഏതാണ്? അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള സൂറത്തിന് ശേഷം വത്തീനി വസ്സൈത്തുൻ എന്നുള്ളതല്ലേ. വത്തീനി വസ്സൈത്തുൻ എന്ന സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തു തീനാണ് കേട്ടോ. അപ്പോൾ സൂറത്തിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മദ്രസയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ 30 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മദ്രസ പാഠപുസ്തകവുമായിട്ട് ഉള്ള ചോദ്യങ്ങൾ വരിക. അതിന് ശേഷമുള്ളത് നമ്മളെ 4ാം ക്ലാസ്സിലെ തന്നെ സ്കൂളിലെ പുസ്തകങ്ങൾ അതിനൊക്കെ അതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാണയം വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നാണയം വീണ് എന്തുണ്ടാവുക? പൊങ്ങിക്കിടക്കും, മുങ്ങിപ്പോകും, പകുതി മുങ്ങും, ഗ്ലാസ് പൊട്ടിക്കും. എന്താണ് സംഭവിക്കുക? ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളം വീണാൽ എന്താണ് സംഭവിക്കുക? അത് മുങ്ങിപ്പോകില്ലേ? എന്താ സംശയം? അത് മുങ്ങിപ്പോകുമെന്നാണ്. അതിൽ കൂടുതൽ ചിന്തിച്ച് നിൽക്കാനൊന്നുമില്ല. അടുത്ത ചോദ്യം, സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താനെടുക്കുന്ന സമയം. സൂര്യനിൽ നിന്നൊരു പ്രകാശരശ്മി ഭൂമിയിലെത്താൻ എത്ര സമയം എടുക്കും? ഏകദേശം 8 മിനിറ്റ്, ഏകദേശം 10 മിനിറ്റ്, ഏകദേശം 9 മിനിറ്റ്, ഏകദേശം 4 മിനിറ്റ്. ഏതാണ്? ഏകദേശം 8 മിനിറ്റ്. അപ്രോക്സിമേറ്റ് അല്ലേ? 8 മിനിറ്റാണ് ശരി കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിലെ നിറങ്ങളുടെ എണ്ണം. ഒരു സൂര്യപ്രകാശത്തിൽ എത്ര നിറങ്ങളാണുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വിബ്ജിയോർ എന്നൊക്കെ നമുക്കറിയാം അല്ലേ. എത്ര? 4, 5, 6, 7 എന്ന 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 7 എന്നതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യരിൽ ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഏതാണ്? മനുഷ്യനക്ക് രക്തഗ്രൂപ്പ് ഉണ്ടല്ലേ, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ്. ഇതിലേതാണ് ഏറ്റവും അപൂർവമായത്? AB നെഗറ്റീവ് രക്തമാണ് ഏറ്റവും അപൂർവമായത് കേട്ടോ. നമുക്ക് മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം ഉള്ളത്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ദാമൻ ആൻഡ് ദിയു. ഇതിലേതാണ് ഏറ്റവും ചെറിയത്? ഏറ്റവും ചെറിയ ഭരണകേന്ദ്രം അത് ഏതാണ്? ലക്ഷദ്വീപാണ് കേട്ടോ. ലക്ഷദ്വീപാണ് ഏറ്റവും ചെറിയത്. അടുത്തത്, ദുഃഖത്തിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ, ബ്രഹ്മപുത്ര, സിന്ധു, യമുന. ഏതാണ് ദുഃഖത്തിൻ്റെ നദി എന്നറിയപ്പെടുന്നത്? ദാമോദർ നദിയെക്കുറിച്ചാണ് അങ്ങനെ ദുഃഖത്തിൻ്റെ നദി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മെട്രോപൊളിറ്റൻ നഗരമല്ലാത്തത്. മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറയില്ലേ, അതല്ലാത്തത് ഏതാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, ഡൊറാഡൂളാണ്. ബാക്കിയുള്ളതൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റികളാണ് കേട്ടോ. അപ്പോൾ ഡെറാഡൂൾ എന്നുള്ളതാണ് ശരി. ഇനി അടുത്ത ചോദ്യം ഉള്ളത്, ഇന്ത്യയിൽ ഏറ്റവും അധികം സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, കാശ്മീർ. ഏതിലാണ് ഏറ്റവും സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്? ഏറ്റവും സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, പാറ്റയുടെ രക്തത്തിൻ്റെ നിറം ഏതാണെന്നുള്ളതാണ്. ചുവപ്പ്, കറുപ്പ്, നിറമില്ല, നീല. പാറ്റയുടെ രക്തത്തിന് നിറമില്ല എന്നുള്ളതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത്, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാരാണ്? BR അംബേദ്കർ, രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? BR അംബേദ്കർ എന്നുള്ളതാണ് ശരിയല്ലേ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ സായുധ സേനാ ദിനം ഏതാണ്? ഓഗസ്റ്റ് 15, ജനുവരി 26, ജനുവരി 15, നവംബർ 1. ഏതാണ്? ഇന്ത്യൻ സായുധ സേന ജനുവരി 15 ആണ് കേട്ടോ. ജനുവരി 15 ഇന്ത്യൻ സായുധ സേനാ വിഭാഗത്തിൻ്റെ ദിനം. പിന്നെ അടുത്തൊരു ചോദ്യം ഉള്ളത് എന്താണ്? ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്, MK ഗാന്ധിയാണ്, സുഭാഷ് ചന്ദ്രബോസാണ്, ഖാൻ അബ്ദുൽ ഗഫൂറാണ്. ആരാണ്? ഒന്നാമത്തേതാണ് ശരി, ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ദാദാഭായ് നവറോജി എന്നതാണ് ശരി. നെക്സ്റ്റ് ചോദ്യമുള്ളത്, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഏതാണ് ശരിയായ പ്രിപ്പോസിഷൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ്? വി ആർ ഗോയിങ് പാർക്ക്. അതിൻ്റെ ഇടയിൽ വിട്ടത് എന്താണ്? വി ആർ ഗോയിങ് എന്താണ്? ഓൺ, ഇൻ, ടു, ഓവർ. എന്താണ്? വി ആർ ഗോയിങ് ടു ദി പാർക്ക് എന്നാണ് പറയില്ലേ. വി ആർ ഗോയിങ് ടു ദി പാർക്ക്. നെക്സ്റ്റ് ഉള്ളത്, ഫിൽ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വെർബ്. ദേ ഡാഷ് ഇൻ ദ ഗാർഡൻ നൗ. എന്താണ്? ദേ പ്ലേയിങ്, പ്ലേസ്, പ്ലേ,
ആർ പ്ലേയിങ് എന്താണ് വേണ്ടത്? ദേ ആർ പ്ലേയിങ് എന്നാണ് വേണ്ടത് അല്ലേ? ദേ ആർ പ്ലേയിങ് ഇൻ ദി ഗാർഡൻ നൗ. ദേ ആർ പ്ലേയിങ്. അടുത്ത ചോദ്യമുള്ളത് ഐഡൻറ്റിഫൈ അജക്റ്റീവ്. അജക്റ്റീവ് ഏതാണെന്ന് കണ്ടെത്താനാണ്. അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷണം അല്ലേ? വിശേഷണമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഏതാണ്? ഹാസ്, ഡ്രസ്സ്, ബ്യൂട്ടിഫുൾ, ഷീ. ഇതിലേതാണ് വിശേഷണമായിട്ട് വന്നിട്ടുള്ളത്? വിശേഷണമായിട്ട് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് അല്ലേ? ബ്യൂട്ടിഫുൾ. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ഇവിടെ ശരി കേട്ടോ. ബ്യൂട്ടിഫുൾ. പിന്നെ അടുത്തത് ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഐ ഡാഷ് ഓൾ ഇൻ ദ റേ. അപ്പോൾ അതിൽ എന്താണ്? ഐ സോ. ഇവിടെ എന്താണ്? ഓൾ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്താണ് വരേണ്ടത്? എ എന്നാണോ, എ എന്നാണോ, ദ എന്നാണോ, നോ ആർട്ടിക്കിൾ എന്നാണോ? ഓൾ എന്ന് വന്നതുകൊണ്ട് അവിടെ എന്താണ്? വവൽസ് വന്നതുകൊണ്ട് ആൻ ഓൾ എന്നാണ് പറയില്ലേ? ആൻ എന്നാണ് പറയുക. അതാണ് ശരിയായത്. അടുത്ത ചോദ്യമുള്ളത് എന്താണ്? 12 ആപ്പിൾ തുല്യമായി 4 പാത്രങ്ങളിൽ ഓരോ പാത്രത്തിലും എത്ര ആപ്പിൾ ഉണ്ടാവും? 12 ആപ്പിൾ അല്ലേ? 12 ആപ്പിളുകൾ എത്ര 4 പാത്രത്തിലേക്ക് ഭാഗിച്ചാൽ ഓരോ പാത്രത്തിലും എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. 12 ഹരിക്കണം 4 എന്നാണ് വേണ്ടത് അല്ലേ? 3 ഉണ്ടാവുക. 3 4 12. ഈ രൂപത്തിൽ ചെയ്താൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 4 പാത്രങ്ങൾ വരയ്ക്കുക അല്ലേ? എന്നിട്ട് ഓരോ പാത്രത്തിലേക്കും ഓരോന്നിട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. 12 ആപ്പിളുകൾ 4 പാത്രത്തിലേക്ക് വിട്ടപ്പോൾ ഓരോ പാത്രത്തിൽ എത്ര ഉണ്ട്? 3 വീതം ഉണ്ട് അല്ലേ? അപ്പോൾ 3 എന്നതാണ് ശരി കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചിട്ട് അതെന്ത് ചെയ്യുക? കണ്ടെത്തിയിട്ട് മാത്രം, നമ്മളെ തോന്നലുകൾ മാത്രം എഴുതി കൊടുക്കരുത്, കണ്ടെത്തിയിട്ട് മാത്രം കാര്യങ്ങൾ എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യമുള്ളത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് 500 കുറച്ചാൽ എന്താ ഉണ്ടാവുക? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞതില്ലേ? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എത്ര? 1000. ഇതാണ് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. അതിനെ 3 കൊണ്ട് ഗുണിക്കാനാണ് പറഞ്ഞത്. 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര ഉണ്ടാവും? 3000 ആവും. അപ്പോൾ അല്ലേ? 3 കൊണ്ട് ഗുണിച്ചാൽ 3000 ആവും. എന്നിട്ട് എന്ത് പറയണം? അതിൽ നിന്ന് 500 കുറക്കണം എന്നാണ് പറഞ്ഞതില്ലേ? 500 കുറച്ചാൽ എത്ര ഉണ്ടാവും? 2500 ഉണ്ടാവാം. അപ്പം എന്താണ് ശരിയായ ഉത്തരം? 2500 കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് 15 വിദ്യാർത്ഥികളുടെ നിടയിൽ ഇടതുവശത്ത് നിന്ന് 7ാം സ്ഥാനത്താണ് ലൈല. വലത് അറ്റത്ത് നിന്ന് അവളുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 15 വിദ്യാർത്ഥികളുള്ള ഒരു ലൈനാണ് അല്ലേ? ഇപ്പോൾ എത്ര ആളുണ്ട്? 15 വിദ്യാർത്ഥികളുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത് നേരെ ഉണ്ടോ? ലൈനിൽ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുക. 15 ആളുകളാണ് നിൽക്കുന്നത്. ഇതിൽ 7ാം സ്ഥാനത്ത് വിദ്യാർത്ഥിയുടെ ഇടതുവശത്ത് നിന്ന്. അപ്പോൾ ഇതെന്താണ്? ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ് കേട്ടോ നമ്മളെ. അപ്പോൾ ഇടതുവശത്ത് നിന്ന് 7ാം സ്ഥാനത്താണ് 1 2 3 4 5 6 7ാം സ്ഥാനത്താണ്. അപ്പോൾ ഇവിടെയാണ് ലൈല നിൽക്കുന്നത്. അപ്പം ഇനി എന്താ ചോദ്യം? വലത് അറ്റത്ത് നിന്ന് അവിടെ സ്ഥാനം എത്ര എന്നുള്ളതാണ്. അപ്പോൾ അല്ലേ? ഇവിടെ 1 2 3 4 5 6 7 8 9ാമത്തെ സ്ഥാനത്തുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് 15ൽ നിന്ന് 7 കുറച്ചാൽ ബാക്കി 8 എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, തെറ്റാണ്. 9ാമത്തെ സ്ഥാനത്താണ് അവിടെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ശരി ഉത്തരം എന്താണ്? 9th കേട്ടോ. 9ാമത്തെ സ്ഥാനത്താണ് അവിടെ ഉള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? 42 സെൻറ്റിമീറ്ററും 2 മീറ്ററിൻ്റെയും തുക അല്ലേ? 42 സെൻറ്റിമീറ്ററും 2 മീറ്ററും. അപ്പോൾ 42 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 42 സെൻറ്റിമീറ്റർ തന്നെയാണ്. 2 മീറ്റർ പറഞ്ഞാൽ അത്രയാണ് 200 സെൻറ്റിമീറ്റർ ആണല്ലേ? 200 സെൻറ്റിമീറ്റർ. അപ്പോൾ മൊത്തത്തിൽ 242 സെൻറ്റിമീറ്റർ ആണുള്ളത് കേട്ടോ. നമുക്കവിടെ ഉത്തരങ്ങൾ നോക്കാം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 244 cm കൊടുത്തിട്ടുണ്ട്, 244 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, 422 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, 242 cm കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 242 ആണ്. അപ്പോൾ എന്താണ് ശരി? 242 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി നോക്കി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. 80% മാർക്ക് നമുക്ക് നേടേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആലോചിച്ച് ചെയ്ത് നോക്കി തന്നെ ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യമാണ് കഴിഞ്ഞ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ 4ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ നമ്മളെ ചാനൽ ഈ ഒരു ചാനൽ വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം നമ്മളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു തആല നല്ല വിജയം നൽകുമാറാവട്ടെ.